ഇത്രയും രുചികരമായിട്ടുള്ള ഭക്ഷണം ഞാൻ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല. എന്റെ അമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ള ഭക്ഷണത്തിന്റെ അതേ ടേസ്റ്റ്. മണി അടിക്കൊന്നും വേണ്ട, നീ എന്ത് പറഞ്ഞാലും ഞാൻ ഫിക്സ് ചെയ്ത റേറ്റിൽ നിന്ന് ഒരു പൈസ പോലും ഒരു പൈസ കുറച്ചിട്ട് എന്താ കാര്യം? കുറയ്ക്കുകയാണെങ്കിൽ ഒരു 10-100 രൂപയെങ്കിലും കുറയ്ക്കണം. അല്ലെങ്കിലും ഈ അമ്മച്ചി ഭയങ്കര പിശുക്ക് കാണിച്ച് കാണിച്ച് ദൈവം അമ്മച്ചിയോടും പിശുക്ക് കാണിച്ചു മക്കളുടെ കാര്യത്തില്. അമ്മച്ചി സോറി, ഞാനൊന്നും ഓർത്തുകൊണ്ട് പറഞ്ഞതല്ല, വെറുതെ ഒരു തമാശയ്ക്ക്. 12ാമത്തെ വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടവനാണ് ഞാൻ. മക്കളെ ലാളിക്കാൻ കഴിയാത്ത ഒരമ്മയുടെയും അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയാത്ത ഒരു മകന്റെയും ദുഃഖം എനിക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ വന്നതോടെ അമ്മച്ചിക്ക് ഒരു മോനെ കിട്ടിയിരിക്കല്ലേ, എനിക്കൊരു അമ്മയെയും. അമ്മച്ചി അച്ചായൻ ഇനി കത്തെഴുതുമ്പോ സ്നേഹസമ്പന്നനായ ഒരു മകനെ കിട്ടിയിട്ടുണ്ടെന്ന് എഴുതണം. അപ്പോ നിറച്ച് സമ്മാനങ്ങളുമായിട്ട് പുന്നാര മോനെ കാണാൻ അച്ചായനെത്തും. നീ സ്കൂളിൽ പോയാലും ഇങ്ങനെയൊക്കെ തന്നെയാണോ മോനെ? ആ മായ ഭയങ്കര സ്ട്രിക്റ്റാ. അവളുടെ പപ്പ നടത്തിയതിനേക്കാൾ നന്നായിട്ടാ അവളിപ്പോ സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നത്. സ്ട്രിക്ട്നെസ്സും ഡിസിപ്ലിനും ഒക്കെ നല്ലതാ കുട്ടികൾക്ക്. ഒരു ജോലി തന്നു എന്ന് കരുതി ബേസിക് ക്യാരക്ടർ പണയം വെക്കാനൊന്നും ഈ ജെയിംസ് കുട്ടിയെ കിട്ടില്ല. താങ്ക്സ്. മായേ, അവൻ എന്നാ ഇത്രയും വൈകുന്നേ? നമുക്ക് എന്തെങ്കിലും കഴിച്ച് കിടക്കാൻ നോക്കാം. അവൻ വരുമ്പോ വരട്ടെ. ഓ, സമയം അധികമൊന്നും ആയില്ലല്ലോ ആന്റി. നിജു വന്നിട്ട് ഒന്നിച്ച് കഴിക്കാം. ഓ, എന്നാ തണുപ്പാ. നമുക്കിതൊക്കെ ഡിസ്പോസ് ചെയ്തിട്ട് കോയമ്പത്തൂർ ഫാക്ടറി അടുത്തെങ്ങാനും പോയി താമസിക്കുന്നതാ നല്ലത്. ആന്റി കൊള്ളാം. സാധാരണ എല്ലാവരും സുഖവാസത്തിന് വരുന്ന സ്ഥലമാ കൊടൈക്കനാൽ. നമ്മൾ ഇതൊക്കെ ഇവിടുന്ന് ഡിസ്പോസ് ചെയ്തിട്ട് കോയമ്പത്തൂർ പോയി താമസിക്കാനോ? പപ്പയായിട്ട് തുടങ്ങി വെച്ച സ്കൂളാ. അതൊക്കെ കളഞ്ഞിട്ട് പോവാന്ന് വെച്ചാ ആരെ കൊണ്ട് പറ്റും ഈ തണുപ്പും സഹിച്ചിവിടെ കഴിയാൻ? പിന്നെ നിന്നെ തനിച്ചാക്കിയിട്ട് എനിക്കിവിടുന്ന് പോവാൻ പറ്റുമോ? ബിജു വന്നല്ലോ. നീ എന്നെ ഇത്രയും വൈകിയത്? വരാൻ വൈകുമെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നു? ഞാനിപ്പോഴും കൊച്ചുകുട്ടിയാണെന്ന് അമ്മച്ചിയുടെ വിചാരം. ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഓടിച്ചിട്ട് കയറി വന്നു. പിന്നെ കുറെ നേരം അയാളോട് ഇരിക്കേണ്ടി വന്നു. ബിജുവിനെ കാണാണ്ടായപ്പോ ആന്റിക്ക് ഇപ്പൊ തന്നെ കോയമ്പത്തൂർക്ക് താമസം മാറ്റണമെന്നവരെ പറഞ്ഞു. വാ വാ, ഭക്ഷണം കഴിക്കാം. കേട്ടോമേ, എന്റെ അമ്മച്ചിക്ക് ഇപ്പോഴും കാഞ്ഞിരപ്പള്ളിയിലെ റബ്ബറിന്റെ അടിയിൽ കിടന്നില്ലെങ്കിൽ ഉറക്കം വരികയില്ല എന്നുള്ള സ്ഥിതിയാ. ഓ, അങ്ങനെ ഞങ്ങളൊക്കെ റബ്ബറിന്റെ ചോട്ടി കാത്തു കെട്ടി കിടന്നുകൊണ്ടാ നിങ്ങൾക്കൊക്കെ ഇന്ന് ഈ നിലയിൽ എത്താൻ കഴിഞ്ഞത്. അതൊക്കെ പോട്ടെ, പുതിയ മ്യൂസിക് ടീച്ചർ എങ്ങനെയുണ്ട്? സെർട്ടുവലിയും ടെൻഷനൊക്കെ ഇപ്പോഴും ഉണ്ടാ? പഠിപ്പിക്കാനൊക്കെ കൊള്ളാം, പക്ഷേ ആളൊരു പ്രത്യേക ടൈപ്പാ. ശരിയായി വരുമെന്ന് തോന്നുന്നു. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓർഡിനൻസ് കവർ ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു. ആഹാ, വിനയൻ സാർ എത്തിയല്ലോ. നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒന്നും പറയണ്ട സാറേ, 4 ദിവസമായിട്ട് ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. അതെങ്ങനെ? എല്ലായിടത്തും വിനയന്റെ കണ്ണെത്തിയാലല്ലേ കാര്യങ്ങൾ നടക്കൂ. പിന്നെ ഒരേ ഒരു പെങ്ങളല്ലേ ഉള്ളൂ, കല്യാണം അല്പം കേമോ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. സിസ്റ്ററിന്റെ കല്യാണം കഴിഞ്ഞ് കാണാതായപ്പോ ഞങ്ങൾ വിചാരിച്ചു സാറിന്റെ മാരേജ് കൂടി കഴിഞ്ഞേ മടങ്ങുമെന്ന്. സത്യം പറഞ്ഞ പണ്ടേ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. മനസ്സിന് അല്പമെങ്കിലും ഇണങ്ങിയൊരു പെൺകുട്ടിയെ കണ്ടുകിട്ടിയിരുന്നെങ്കിൽ ഞാനൊരു കൊച്ചു താലിയും കെട്ടി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേനെ. ഇത് നമ്മുടെ പുതിയ മ്യൂസിക് ടീച്ചറാ, മിസ്റ്റർ ജെയിംസ്. ഹലോ, ഞാൻ വിനയചന്ദ്രൻ. എങ്ങനെ മനസ്സിലായി? സാറിനെ കുറിച്ച് ഇവര് തന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വെച്ച് ഞാൻ ഊഹിച്ചതാ. അപ്പൊ ഞാനിവിടെ ഇല്ലാത്ത സമയത്തും എന്നെ കുറിച്ചാണ് ഡിസ്കഷൻ അല്ലേ? അതെ, ഇവരെപ്പോഴും പറയും സാറ് നാട്ടിലായതുകൊണ്ട് ഇവർക്കൂടെ മനസമാധാനത്തോടെ കഴിയാൻ പറ്റുന്നു. ഓഹോ, തമാശക്കാരനാണല്ലേ? അതെ, ഈ സീരിയസ് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകാത്തവരോട് ഞാൻ തമാശ മാത്രമേ പറയൂ. ഒരു മിനിറ്റ്, എക്സ്ക്യൂസ് മീ. ഇനി വന്നേ പറയട്ടെ. ഇപ്പൊ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. എനിക്കിവിടെ 5 വർഷത്തെ സർവീസ് ഉണ്ട്. ഈ ടീച്ചേഴ്സിന്റെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ നമ്പർ ഇടിയിലുണ്ടല്ലോ, അത് എന്നെ ആക്കിയിട്ട് വേണ്ട കേട്ടാ. ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കണം, അത്രയല്ലേ ഉള്ളൂ. 6 മാസത്തിനെ ഞാൻ പഠിപ്പിച്ചു തരാം. മ്യൂസിക് പഠിക്കുന്നതിന്റെ കാര്യം ഇത്ര നാണത്തോടെ പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇതും പോഷം പൊക്കോ കോമ്പോഷം പൊക്കോ.
മാഡത്തിനെ കാണാൻ പോവായിരിക്കും. അതെ, എങ്ങനെ മനസ്സിലായി? സാറേ, കാള വാല് പൊക്കുന്നത് കാണുമ്പോഴേ അറിയില്ലേ പശു മൂത്രം ഒഴിക്കാൻ പോവാണെന്ന്. എന്റെ പോലെ കർത്താവേ, മണിയടി പഠിക്കണമെങ്കിൽ സാറിനെ തന്നെ കണ്ടു പഠിക്കണം. ആണുങ്ങളായാലേ അല്പ സ്വല്പം മണിയടിയൊക്കെ അറിഞ്ഞിരിക്കണം. അല്ലാതെ നിന്നെ പോലെ ഇങ്ങനെ മണി അടിച്ചോണ്ട് നടന്നാൽ ശരിയാവില്ല. സംഗതിയൊക്കെ ശരിയാ, പക്ഷെ ഈ പൊതി കൊണ്ടുള്ള ഇന്നത്തെ മണിയടി ഉണ്ടല്ലോ, നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, അതെന്താ? അങ്ങനെ മാഡത്തിന്റെ ഇന്നത്തെ സിറ്റിംഗ് കപ്പാസിറ്റി. ഇതുകൊണ്ടുള്ള മണിയടി ഏറ്റില്ലെങ്കിൽ ഇതിനേക്കാളും വലിയൊരു നമ്പർ എടുത്ത് ഞാൻ പ്രയോഗിക്കും. ഏത് പെണ്ണുങ്ങളും വീണു പോകുന്ന ഒരു നമ്പർ. അതെന്ത് നമ്പരാ? ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഐ എം സോറി മാഡം, ഒരു 3 ദിവസം കൂടി ലീവ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. ഈ മാരേജ് കഴിഞ്ഞപ്പോ പറയണമെന്നില്ല. നിങ്ങൾക്ക് പറയാൻ പല എക്സ്ക്യൂസസും കാണും. ഒന്ന് ടെലിഫോണിലൂടെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞല്ലോ. ഇത്രയും ദിവസം പോർഷൻസ് എങ്ങനെ കവർ ചെയ്യുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മാഡം പറയുന്നതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ നാട്ടിൽ ചെന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം. ഒരു കാര്യമല്ല, നാട്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് പല ആക്ടിവിറ്റീസും കാണും. അതിനൊക്കെ ഇവിടുത്തെ സ്റ്റുഡൻസ് സഫർ ചെയ്യണമെന്ന് വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ്. അല്ല, മറ്റുള്ളവരെ പോലെ ഒരു ബിസിനസ് ആയിട്ടല്ല ഞാൻ ഈ സ്കൂൾ നടത്തുന്നത്. കുറെ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. കുട്ടികളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. മാരേജ് റിസപ്ഷൻ നടന്നുകൊണ്ടിരിക്കെ അച്ഛൻ പെട്ടെന്ന് ഫെയിന്റ് ആയി വീണു. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അറ്റാക്ക് ആയിരുന്നു. ഇപ്പോഴും IC യൂണിറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ടില്ല. അച്ഛന്റെ കാര്യം ഓർക്കുമ്പോ ഇനി എങ്ങനെയാണ് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഓർത്തിട്ടാണ് മാഡം ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നത്. സോറി വിനയൻ. അപ്പൊ ഇതാണ് നിന്റെ വലിയ നമ്പർ അല്ലേ? കൊള്ളാം. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് പോന്നാ മതിയായിരുന്നല്ലോ. റീസൺ ഇതാണെന്ന് എന്നെ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ലേ? ജനിച്ചാ നിന്നെ പോലെ ജനിക്കണം. എന്റെ പപ്പയ്ക്കും ഇങ്ങനെ തന്നെയായിരുന്നു. ഫസ്റ്റ് അറ്റാക്ക്. ഹോസ്പിറ്റലിൽ എത്തിക്കും മുമ്പേ എല്ലാം കഴിഞ്ഞിരുന്നു. അമ്പട കള്ള സമ്മതിച്ചിരിക്കുന്നു. ആ, എന്നാ മിസ്റ്റർ വിനയം പൊയ്ക്കോളൂ. ശരി മാഡം. എന്താ ഇത് പിന്നെ കുറച്ച് നാടൻ പലഹാരങ്ങളാ മാഡത്തിന് വേണ്ടി കൊണ്ടുവന്നതാ. ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്തെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധം ഇത് മാഡത്തിന് കൊണ്ടുവന്ന് കൊടുക്കണമെന്ന്. അങ്ങനെ കൊണ്ടുവന്നതാ. എന്തായാലും പച്ച ജീവനോടിരിക്കുന്ന സ്വന്തം അച്ഛനെ ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞത് ഒരു ഭയങ്കര കടുങ്കൈയായി പോയി സാറേ. എടാ കുഞ്ഞച്ചാ, നമ്മൾ ഓരോരുത്തരുടെയും വീക്ക് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള നമ്പർ ഇറക്കാൻ പഠിക്കണം. എങ്കിലേ നമ്മുടെ കാര്യം സാധിക്കൂ. അയ്യോ, എനിക്ക് കൂടെ ഒന്ന് പഠിപ്പിച്ചു തരൂ. എന്തിനാ? എന്റെ മുമ്പിലും 2-3 വീക്ക് പോയിന്റുകൾ കിടന്ന് കറങ്ങുന്നുണ്ട്. ആദ്യം നിന്റെ മുമ്പിൽ കിടന്ന് കറങ്ങുന്ന ആ വീക്ക് പോയിന്റ്സിനെ നീ എനിക്കൊന്ന് കാണിച്ചതാ. ഞാനൊരു ടെസ്റ്റ് ഡോസ് കൊടുക്കാം. കൊള്ളാമെങ്കിൽ നിനക്കും പഠിപ്പിച്ചു തരാം. കൊള്ളാമെങ്കിലല്ലേ സാറ് പഠിപ്പിച്ചു തരൂ? അത്രേ ഉള്ളൂ സാറേ. കൊള്ളാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പം ചൊറിയാത്ത പിള്ളയ്ക്ക് കൊള്ളത്തില്ല പിള്ളേ. പഴഞ്ചൊല്ലു പഴഞ്ചൊല്ലു. തോന്നുന്ന സമയത്തൊന്നും കയറി വരാനേ ഇവിടെ പറ്റില്ല. പേയിങ് ഗസ്റ്റായിട്ട് ഇവിടെ ഒരാളെ താമസിപ്പിക്കാന്ന് കരുതിയത് തന്നെ എനിക്കിവിടെ പേടിയില്ലാതെ താമസിക്കാനാ. ശരീരമാസകലം വല്ലാത്ത വേദന അമ്മച്ചി. ഒരു ഡോക്ടറെ കാണാൻ പോയിരുന്നു, അതുകൊണ്ടാ വൈകിയത്. ആരെ കാണാൻ പോയാലും ശരി, രാത്രി 10 മണിക്ക് മുമ്പ് ഇവിടെ എത്തിയിരിക്കണം. നിനക്ക് ചോറും കറിയും വെച്ചോണ്ട് കാത്തിരിക്കാനേ അവനും എന്നെ കിട്ടില്ല. ഇന്നെന്താ എലിസബത്ത് രാജ്ഞി വലിയ ചൂടിലാണല്ലോ. രാജാവിന്റെ കത്തൊന്നും വന്നില്ലേ? അച്ചായന്റെ കത്ത് വരുന്നോ ഇല്ലേന്നുള്ളത് ഞാൻ നോക്കിക്കോളാം, നീ അറിയണ്ട.
അമ്മച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ എന്നും 10 മണിക്ക് മുമ്പ് ഇവിടെ എത്തണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റിരിക്കുന്നു. ഡൺ. ഇതെന്താ ദിവസം തോറും ഐറ്റംസ് കുറഞ്ഞു വരികയാണല്ലോ? എമൗണ്ടിലാണെങ്കിൽ ഒരു കുറവുമില്ല. നിനക്ക് ഇഷ്ടമുള്ള ചോറും കറിയും വെച്ചോണ്ട് കാത്തിരിക്കാനേ അതിന് നിന്റെ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ തമാശ പറഞ്ഞതല്ലേ. ഐറ്റംസ് കുറവാണെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ? അമ്മച്ചി കഴിച്ചോ? സോറി, ഞാനത് ഓർത്തില്ല. അമ്മച്ചിരുന്നേ. അമ്മയും മോനും ആവുമ്പോ ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ കഴിഞ്ഞെന്നിരിക്കും. ഇരുന്നേ. നീ ഇരിക്കും. ഞാൻ പിന്നെ കഴിച്ചോളാം. ആദ്യം അമ്മച്ചി കഴിച്ചിട്ട്. ഇരുന്നോളാം. കഴിച്ചേ. വെർജിൻ ലേക്ക്, സൂസൈഡ് പോയിന്റ്, ഗൈഡ് സർവീസ് അറ്റ് ഡിസ്കൗണ്ട് റേറ്റ്. മറ്റ് ഗൈഡുകൾക്ക് കൊടുക്കുന്ന എമൗണ്ട് ഇവിടെ പാതി കൊടുത്താൽ പോകും സാർ. एक गाइड चाहिए, आधा अमाउंट दे दीजिए. आधा अमाउंट के लिए एक अच्छा गाइड है. മാഷോ നല്ല കൊയ്ത്താണല്ലേ? തരക്കേടില്ല, സീസൺ അല്ലേ. പിന്നെ അനാസം പൊടിച്ച് വല്ല സായിപ്പന്മാർക്കും കൊടുത്തോ? ഈ മാഷിന്റെ ഒരു കാര്യം, അത് ഞാൻ കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്തൊന്നുമല്ല. പിന്നെ ഈ സായിപ്പിന് മയക്കുമരുന്നിനോടുള്ള കമ്പം തീർക്കാൻ വേണ്ടി ചെയ്ത പണിയല്ലേ. ഒരു സോഷ്യൽ സർവീസ്. എങ്കിൽ ആളുകളെ കൊണ്ട് പുകവലി നിർത്തിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. അതെ, ഈ സിഗരറ്റിന്റെ അകത്തുള്ള ചുക്കപ്പടി മാറ്റിയിട്ട് അതിനകത്ത് വെടിമരുന്ന് മിക്സ് ചെയ്യാം. അതായത് ഗൺ പൗഡർ. എന്നിട്ട് അവർക്ക് വലിക്കാൻ കൊടുക്കുക. അതോടെ അവരുടെ സിഗരറ്റ് വലി നിൽക്കും. അതങ്ങനെ ചുണ്ടുണ്ടെങ്കിലല്ലേ സിഗരറ്റ് വലിക്കാൻ പറ്റൂ. മാഷ് എനിക്ക് പറ്റിയ കമ്പനി തന്നെ. പിന്നെ ഞാൻ ഉമ്മാക്ക് കത്തെഴുതിയപ്പം മാഷിനാരും പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഹുസൈന്റെ നാടെവിടെയാ? കൊല്ലത്തിനടുത്ത് പെരുമൺ. സത്യത്തിൽ പെരുമൺ ദുരന്തത്തിൽ ഞാനും പെടേണ്ടതാ. ആ ദുരന്തത്തിൽ പെടാത്തോണ്ടാ ഇവിടത്തെ നാട്ടുകാർക്ക് ഒരു ദുരന്തമായി കഴിയാൻ ഹുസൈന് ഭാഗ്യം ഉണ്ടായത്. ഞാനേ ഭയങ്കര ലാത്തിയാണെന്നാണ് എല്ലാരും പറയണത്. മാഷ് എന്നെക്കാളും ഭയങ്കര ലാത്തിയാണല്ലോ. വാ എങ്ങോട്ട്? വാ മാഷേ. கருப்பையா நல்ல சூடா கடலை விடு. இது நம்ம வாத்தியாரு, நம்ம ஸ்கூலுக்கு புதுசா வந்த மாஸ்டர். வணக்கம் சார். பணம் அப்புறம் தரேன். சரி சார். ബോട്ടിംഗ് താല്പര്യമുണ്ടോ? വലിയ താല്പര്യമില്ല. കുതിരസവാരിയിലോ? അത് വേണമെങ്കിൽ ഒരു കൈ നോക്കാം. ഈ സിനിമ കണ്ടിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുള്ളതാ അതിലെ നായകന്മാരെ പോലെ എനിക്കൊന്ന് ചെത്തി പോണമെന്ന്. ഇത്രേ ഉള്ളൂ കാര്യം. അത് ഞാൻ ശരിയാക്കാം. ഞാൻ രാമയ്യന്റെ അടുത്ത് കൊണ്ടുപോവാം. രാമയ്യൻ എന്ന് പറഞ്ഞ കുതിരയാണോ? രാമയ്യൻ കുതിരക്കാരനാണ്, എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് വാ. നോക്കിയാ മാഷ്. ராமையா, உங்க வெள்ள குதிரை எங்க போச்சு? அத்த வித்தாச்சுங்க. என்னையா இது? என்ன குதிரையா இல்ல கழுதையா? உன்ன பத்தி கேக்குறியா? கிண்டலா? ராமையா, இந்த குதிரை நல்ல ஸ்பீடா போணும். சினிமாவில எம்ஜிஆர் போற மாதிரி இந்த வாத்தியாரும் ஜில் ஜில்னு நல்ல ஸ்பீடா போணும் தெரியுமா? ஐயோ, அത്ര ஸ்பீட்ல ஒന്നും போണ്ട. மாஷன் சும்மா இரு. இந்த குதிரை நல்ல ஸ்பீடா போக முடியுமா இல்ல நான் வேற குதிரையை பார்க்கட்டுமா? ஸ்பீடா தானே போணும். இப்ப பாரு. എനിക്ക് കുതിരപ്പുറത്ത് ഒരു പരിചയമില്ല ഹുസൈൻ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് പരിചയപ്പെടുന്നത്. മാഷ് ധൈര്യമായിട്ട് കയറുന്നേ. ராமையா, என்னையா பண்ணிட்டேன்? குதிரை எவ்வளவு ஸ்பீடா ஓடுதே? நீ தானே எம்ஜிஆர் போனா போல ஸ்பீடா போனே. அதான் மிளகா ஒண்ணு குடுத்து விட்டுக்கிறேன். அரபடுத்து அப்படி இருக்கு தெரியுமா? பாடி பாவி எல்லாம் நாசமா போச்சு. மாஷே, ஜாமீன் எடுத்து வரா. மாஷே, எங்க நிறுத்தம்? നിന്റെ മയ്യത്തോട് പറയാൻ. മാഷേ, വീടാണോ? അതിന്റെ ബ്രേക്ക് ഒന്ന് കണ്ടുപിടിച്ചേ. ഒരു കയറെടുത്ത് എറിഞ്ഞു. നിന്റെ ഒടുക്കത്തെ കുതിര. മാഷേ, എനിക്ക് தெரியாது. ഓടി വാങ്ങി, എല്ലാരും ഓടി വാങ്ങി. നീ എന്തിനാണ് ആ കുതിരപ്പുറത്ത് കയറാൻ പോയത്? അതിന് ഇത്രയും വിവരമില്ലാത്ത വർഗമാണ് കുതിരയെന്ന് എനിക്കറിയാമായിരുന്നോ? ഏതായാലും 2-3 ദിവസത്തേക്ക് ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല. എന്താ? ഈ പ്ലാസ്റ്റർ ഒക്കെ ഒട്ടിച്ചോണ്ട് അങ്ങോട്ട് പോയാ ആ പെണ്ണുമ്പിള്ള ചോദിക്കും വല്ല ഫാൻസി ഡ്രസ്സിന് വന്നതാണോന്ന്. ഇക്കണക്കിന് നീ വല്ല കൊക്കയിലായിട്ട് വീഴുന്നിരുന്നെങ്കിലോ? എങ്കിൽ പിന്നെ ഇനി സ്കൂളിലേക്കേ പോകേണ്ടി വരില്ലായിരുന്നു. അയ്യോ, എന്താടാ? ഒന്നുമില്ല, നല്ല സുഖം.